പാകിസ്ഥാനിൽ പോകണമെന്ന് പറയും. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്ക്, ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ട കാര്യം എന്താ? അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരാണോ? അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ? അല്ല. ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. അത് ജനവിരുദ്ധമാണ്. പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ, അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു ചർച്ചയിൽ ലീഗിന്റെ കൊടിയെ പാകിസ്ഥാൻ കൊടിയോട് ഉപമിച്ച BJP നേതാവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച സ്വരാജ് ആ മനുഷ്യനെ പോലും സംഘാവ് എന്ന് അധിക്ഷേപിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. അധിക്ഷേപങ്ങൾക്കുള്ള മറുപടിയും തഹ്ലിയയ്ക്കെതിരെയുള്ള വിമർശനങ്ങളും ഏറി വരികയാണ് സോഷ്യൽ മീഡിയയിൽ. അക്ഷരം തെറ്റാതെ ലീഗിലെ ശശികല എന്ന് തന്നെ തഹ്ലിയയെ വിശേഷിപ്പിക്കാമെന്ന വിമർശനങ്ങളും കുറവല്ല. സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിലെ മുന്നണി പോരാളിയായ M സ്വരാജിനെ അധിക്ഷേപിച്ച യൂത്ത് ലീഗ് വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പേര് നോക്കി ആളുകളെ സംഘപരിവാറുകളാക്കുകയെന്ന മൗദൂദി PFI ഹാൻഡിലുകളുടെ ഭാഷയിലാണ് തഹ്ലിയ സ്വരാജിനെ ഫേസ്ബുക്കിൽ അധിക്ഷേപിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം സ്വരാജിനെതിരെ സംഘപരിവാറുകൾ ഉറഞ്ഞു തുള്ളിയതിനൊപ്പം കൂടിയതാണ് യൂത്ത് ലീഗ് നേതാവ്. പേര് നോക്കി ആളെ വർഗീയവാദി എന്ന് വായടപ്പിക്കുന്ന നിലപാട് മുസ്ലിം തന്നെ സ്വീകരിച്ചു വരികയാണോ? അത് ലീഗിലെ എല്ലാ നേതാക്കളും അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണെന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളോടുള്ള M സ്വരാജിന്റെ പ്രതികരണം. മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ നേതാവ് എന്നെ ഒരു സംഘപരിവാറായി ചിത്രീകരിച്ചുകൊണ്ട് എന്തോ ഒരു പരാമർശം നടത്തി പോലും. അപ്പൊ പേര് നോക്കിയിട്ട് ആളെ വർഗീയവാദി എന്ന് ചാപ്പയടിക്കുന്ന ഒരു നില മുസ്ലിം ലീഗ് തന്നെ സ്വീകരിച്ചു വരുന്നു. അത് ലീഗിലെ എല്ലാ നേതാക്കന്മാരൊന്നും അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. കാരണം നമ്മളുമായിട്ടൊക്കെ വലിയ സൗഹൃദമുള്ള എത്രയോ ആളുകളുണ്ട്, നമ്മളെ അറിയുന്നവർ. ബാബറി മസ്ജിദ് വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുതിയ ഒരു വരി പ്രസ്താവനയുടെ പേരിൽ അന്നത്തെ RSSകാരനും ഇന്നത്തെ കോൺഗ്രസുകാരനുമായ സന്ദീപ് വാര്യർ 2019 ആ വരികൾ എടുത്ത് പരിഹസിക്കുമ്പോൾ അതിന്റെ കീഴിൽ പരിഹാസം വാരി വിതറി സ്വരാജിനെ ആക്രമിച്ചവരിൽ ഭൂരിപക്ഷവും ലീഗുകാരും ഇസ്ലാമികളുമായിരുന്നു. ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങൾ പോലും സംഘികൾക്ക് അനുകൂലമായി ബാബറി വിഷയത്തിൽ സംസാരിച്ചപ്പോൾ യാതൊരുവിധ ശങ്കയുമില്ലാതെ ചെയ്തത് കടുത്ത അനീതിയാണെന്ന് പറയാൻ ധൈര്യം കാട്ടിയ ഒരു മനുഷ്യനെയാണ് സംഘാവ് എന്ന് മുദ്രകുത്തി ഇപ്പോൾ പരിഹാസ്യനാക്കാൻ ശ്രമിക്കുന്നത്. സ്വരാജ് ഒരു നാളും സംഘികൾക്ക് വേണ്ടി പാദസേവ ചെയ്തിട്ടില്ല. 1000 തെരഞ്ഞെടുപ്പുകൾ തോൽക്കുമെന്നുറപ്പായാലും അധികാരം കിട്ടില്ല എന്നുറപ്പായാലും സ്വരാജിന്റെ നിലപാട് അന്നും ഇന്നും നാളെയും ഇത് തന്നെയാകും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ സംഘികളുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു സ്വരാജ്. ആ മനുഷ്യന്റെ പരാജയത്തെ ഏറ്റവും ആഘോഷിക്കുന്നത് ശശികല അടക്കമുള്ള RSSകാരാണ്. ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ മുന്നിലുണ്ടാകുമെന്നുറപ്പുള്ള ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാനാണ് മുൻകൈയെടുത്ത് ഫാത്തിമ ഇറങ്ങിത്തിരിച്ചതെന്നും സോഷ്യൽ മീഡിയ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾക്ക് പേര് നോക്കി സംഘപരിവാറാക്കുന്ന രീതിയാണ് യൂത്ത് ലീഗ് നേതാവ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഒരേ സമയം സംഘപരിവാരത്തിന്റെയും മുസ്ലിം തീവ്ര സംഘടനകളുടെയും കണ്ണിലുണ്ണിയാകാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് നേതാവ് നടത്തിയിരിക്കുന്നതെന്നതിൽ സംശയമില്ല.